മുൻ മാനേജർ വിപിനെ മർദ്ദിച്ചെന്ന കേസിൽ തന്റെ ഭാഗം വിശദീകരിച്ചു നടൻ ഉണ്ണി മുകുന്ദൻ. താൻ മാനേജറെ മർദ്ദിച്ചിട്ടില്ലെന്ന് ഉണ്ണി മുകുന്ദൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും വിപിനെ അടിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട്. വിപിൻ ചെയ്ത കാര്യങ്ങൾ പൊറുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് പോയത്. ആ സമയത്ത് വിപിൻ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ടായിരുന്നു. വാഗ്വാദം രൂക്ഷമായതോടെ വിപിന്റെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. തുടർന്ന് വിപിൻ ഭയന്ന് കരയുകയായിരുന്നു. പിന്നാലെ വിപിൻ മാപ്പ് പറയുകയുമുണ്ടായി. ആ സമയം കൂടെയുണ്ടായിരുന്ന ഞാനും വിപിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നും അറിയാത്ത വ്യക്തിയാണ് ഇതേക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിപിൻ വളരെ മോശമായ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. വിപിനെതിരെ ഒന്നിലധികം നടിമാർ, ഫെഫ്ക ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതോടെ അയാളുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹമില്ലെന്നും അയാളിൽ നിന്നുണ്ടായ മോശം കാര്യങ്ങൾക്ക് മാപ്പെഴുതി നൽകണമെന്നുമാണ് അന്ന് വിപിനോട് ആവശ്യപ്പെട്ടത്. ഇന്ന് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം പോലും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട്. സുഹൃത്തും നടനുമായ ടൊവിനോയുടെ സിനിമയെ സംബന്ധിച്ച് വിപിനുമായി ഒരു സംസാരവും ഉണ്ടായിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. ടൊവിനോയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ സിനിമകളെക്കുറിച്ചോ ഞാൻ മോശമായി സംസാരിക്കില്ല. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. കൊല്ലുമെന്നും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസിൽ കുടുക്കുമെന്ന് വരെ ഭീഷണി വന്നതോടെയാണ് DGPക്ക് പരാതി കൊടുക്കേണ്ടി വന്നത്. എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിന്റെ കാരണം ആളുകൾ കണ്ട് കൈയടിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ലോബിയോ ഗോഡ്ഫാദറോ ഇല്ല. കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്ന ഒരാളാണെന്നും ആർക്കും തൻ്റെ ഗതി വരരുതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. മുഖത്തും തലയിലും നെഞ്ചിലും മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നുമാണ് ഉണ്ണി മുകുന്ദനെതിരെ മാനേജർ ഉന്നയിച്ച ആരോപണം. കേസിൽ ഉണ്ണി മുകുന്ദന്റെ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ഉള്ളതെന്നും മുൻകൂർ ജാമ്യം തേടേണ്ട ആവശ്യമില്ലെന്നും വ്യക്തമാക്കിയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടിയുണ്ടായത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കുറ്റങ്ങളാണ് FIRൽ ഉള്ളതെന്ന് കോടതിയെ അറിയിച്ച പ്രോസിക്യൂഷൻ കേസ് ഡയറിയും ഹാജരാക്കിയിരുന്നു. ഇതോടെയാണ് ഉണ്ണി മാധ്യമങ്ങളെ കണ്ടത്. തന്നെ മർദ്ദിച്ചുവെന്ന് കാട്ടി മുൻ മാനേജർ വിപിൻ കുമാർ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് ഉണ്ണി മുകുന്ദനെതിരെ കേസെടുത്തത്. എന്നാൽ ആരോപണം ഉണ്ണി മുകുന്ദൻ നിഷേധിച്ചിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം DGPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. എന്നാൽ ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചുവെന്നും ഫ്ളാറ്റിലെ CCTVയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെന്നുമാണ് വിപിൻ കുമാർ പറയുന്നത്. തിങ്കളാഴ്ച സിനിമാ സംഘടനകൾ വിളിച്ചിരിക്കുന്ന യോഗത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടതിനാണ് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചതെന്നും വിപിൻ ആരോപിക്കുന്നുണ്ട്. വിപിൻ താമസിക്കുന്ന കാക്കനാട്ടെ ഫ്ളാറ്റിന്റെ താഴെയെത്തി തന്നെ വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നുമാണ് ആരോപണം. എന്നാൽ തനിക്കെതിരെയുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് വ്യാജ പരാതിയെന്നും തന്നെക്കുറിച്ച് മറ്റു താരങ്ങളോട് അപവാദ പ്രചാരണം നടത്തിയത് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്.